ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ സമയം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പൊ ഞാനുണ്ട്, മമ്മിയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ തോടൊക്കെ ചാടി കണ്ടത്തിൽ വന്നേക്കുന്നതാണ്. മമ്മിയാണെങ്കിൽ ഫ്രണ്ടിൽ നടന്നു പോയിട്ടുണ്ട്. മമ്മി എന്നോട് പറയാണ്, ആടിപ്പാടി പയ്യെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോരെ, എന്റെ കൂടെ നിൽക്കാൻ മമ്മിക്ക് സമയമൊന്നും ഇല്ലാന്ന്. ഞാൻ പിന്നെ പയ്യെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുവാണേ. ഇതേപോലെ 2 സ്ഥലത്തുണ്ട് കേട്ടോ. ഇങ്ങനെ ചാടി കിടക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ കമന്നടിച്ച് വീഴും. പിന്നെ ഞാൻ വല്ല തോട്ടിലും പോയി ചേർന്ന് വരും കേട്ടോ. അതേപോലെ ചെളിയാണ് ഇതുണ്ടോ, എല്ലാവരും ഇങ്ങനെ ചെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ തെന്നലുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഫുള്ള് പിന്നെ എല്ലായിടത്തും കൃഷിയാണ്, എങ്ങോട്ട് നോക്കിയാലും കൃഷിയേ ഉള്ളൂ കേട്ടോ. വാഴ, കപ്പ, ഇല്ലാത്തൊന്നുമില്ല. ദാ ഇങ്ങനെ നടന്ന് 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 ലാസ്റ്റ് ഇതാ മമ്മിയുടെ പുറകെ ഞാനും എത്തിയിട്ടുണ്ട് കണ്ടത്തില്. അപ്പൊ ഇതാണ് നമ്മൾ വന്ന നമ്മുടെ കണ്ടം. നമ്മളില്ല കേട്ടോ, ആരുടെ ഒരു കണ്ടമാണ്. അപ്പൊ ഇവിടെ കപ്പയൊക്കെ പറിച്ച് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് കപ്പ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള കപ്പ ഇങ്ങനെ കിട്ടും കേട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചില സമയത്ത് ഭയങ്കര ബോറ് കപ്പയായിരിക്കും, പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് വാങ്ങിക്കുമ്പോൾ നല്ല കപ്പയായിരിക്കും. കണ്ടോ, ചേട്ടൻ കുറെ അധികം പറിച്ച് തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ അടുത്ത സിറ്റി ഉണ്ടല്ലോ, അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ ഇതാ മമ്മി കപ്പയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇതുണ്ടോ, ഇത് ഓണ സമയത്ത് ഇങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള വാഴക്കൊലകളൊക്കെയാണ്. അങ്ങനെ ഇതാ മമ്മി കപ്പയൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച വീട്ടിലേക്ക് നടക്കുകയാണ്. ഇതാ ഇത്രയും കപ്പയാണ് മമ്മി വാങ്ങിയിട്ടുള്ളത്. ഫുള്ള് ചെളിയാണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് കഴുകിയിട്ട് പോകാം കേട്ടോ. അപ്പൊ ഇതാ എല്ലായിടത്തും നല്ലൊരു രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു, നല്ലൊരു ഫ്രഷ് കാറ്റും നല്ലൊരു എനർജി കിട്ടും. അപ്പൊ എന്താ നമ്മുടെ തോട്ടിൽ വെള്ളം കൂടുന്നുണ്ട്. അപ്പൊ മമ്മി പറയുന്നുണ്ട്, വേഗം നടന്ന് മോളിൽ മിക്കവാറും മഴ പെയ്തിട്ട് കാണും നമ്മുടെ തോട്ടിലെ വെള്ളം പൊങ്ങും. അങ്ങനെ ഇതാ കണ്ടം വരമ്പിലൂടെ നടക്കുകയാണേ. എനിക്കാണെങ്കിൽ ഇതുണ്ട്, ഇങ്ങനെ പള്ളയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞ പേടിയാണ്. എൻ്റെ മനസ്സിൽ പാമ്പ് പാമ്പ് ഇതേ ഉള്ളൂ കേട്ടോ. അപ്പം മമ്മി പറയുന്നുണ്ട്, മനുഷ്യനെ കൂടി പേടിപ്പിക്കാതെ വേഗം പോടിയെന്ന്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ തോടൊക്കെ കടന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ മമ്മിയോട് പറയുന്നുണ്ട്, ഒന്നാമതേ കലക്കവെള്ളമാണ്, അതിന്റെ ഇടയ്ക്ക് ഇതാ മമ്മി നിന്ന് ചെളിയോട് കലക്കുവന്ന് കേട്ടോ. മമ്മി നല്ല രീതിയിൽ ഇതാ കഴുകി അങ്ങ് വിടുന്നുണ്ട് ചെളി. അപ്പൊ ദേ ഞാൻ ഇങ്ങനെ തോട് കടന്ന സമയത്ത് എന്റെ കാലിൽ എന്തോ വന്ന് ഇങ്ങനെ തട്ടിയിട്ടോ. അപ്പൊ ഞാനവിടെ നിന്ന് കാറി വിട്ട്. മമ്മി ഈ പാമ്പെന്ന് പറഞ്ഞിട്ട് മമ്മി പറയുന്നുണ്ട്, പാമ്പൊന്നും ആയിരിക്കില്ല, വല്ല ഇലയായിരിക്കും. എന്നറിയില്ല, എനിക്ക് ഇങ്ങനെ കലക്കവെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്തകളെ കാണത്തുള്ളൂ. പാമ്പ് പാമ്പ് ഇങ്ങനത്തെ ദുഷിച്ച ചിന്തകളെ എന്റെ മനസ്സിലുണ്ടാവുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ കലക്കവെള്ളത്തിലേക്ക് ഇറങ്ങാനേ. എന്നിട്ട് ഇതാ ഞാനിങ്ങനെ മുകളിലാണ് കയറി നിൽക്കുന്നത്, മമ്മിയാണ് തോട്ടിൽ നിൽക്കുന്നത് കേട്ടോ. ഞാനൊരു കെട്ടിന്റെ മുകളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാ ചെറുതായിട്ട് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു. മമ്മിക്കാണെങ്കിൽ ഓൾറെഡി ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ ഇറങ്ങി നിൽക്കുന്നത്. അപ്പൊ ദാ ഞാൻ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പൊ മമ്മി പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊക്കോ, നനയണ്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, മമ്മിയോട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പണ്ട് എന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്ക് ഇവിടെ നിന്ന് സ്ഥലമൊക്കെ മാറിപ്പോയിട്ടോ. പുള്ളി ഇങ്ങനെ കലക്കവെള്ളത്തിൽ ചാടുമായിരുന്നേ. എന്നിട്ട് ആ സമയത്ത് പണ്ട് ഒരു 15 വർഷം ബാക്കിലേക്കുള്ള കാര്യമാണ്. തേങ്ങ, വിറക് എല്ലാം ഒഴുകി വരും. പുള്ളി ഇതെല്ലാം പിടിക്കും, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇറങ്ങി നിൽക്കും തോട്ടില്. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ കാണുമ്പോൾ പേടിയാവും. ഇങ്ങനെ ഒരു രീതിയിലായിരിക്കില്ല അന്ന് തോട് ഒഴുകുന്നത് കേട്ടോ. നല്ല കുത്തി ഒലിച്ചിട്ട് ഒരു ഓറഞ്ച് കളറിലായിരിക്കും വെള്ളം ഒഴുകുന്നത്. പക്ഷെ പുള്ളിക്ക് അതൊന്നും കുഴപ്പമില്ല. പിന്നെ ആ പുള്ളി ഇവിടുന്ന് വിറ്റിട്ടൊക്കെ പോയി കേട്ടോ. ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മമ്മി പറയാണ്, കപ്പയൊക്കെ കഴുകി കഴിഞ്ഞു എന്ന്. അപ്പൊ ഞാൻ വീട്ടിൽ പോട്ടെ, മമ്മി താ എന്നെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.